ഹായ് ഗൈസ്, വാട്സപ്പിൽ മെറ്റ ലാസ്റ്റ് മന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത മെയിൻ ഫീച്ചർ ആയിരുന്നു വാട്സപ്പിനകത്തുള്ള AI ഏജന്റ് ഫീച്ചർ എന്നുള്ളത്. നിങ്ങളൊരു ഫ്രീലാൻസർ ആണെന്നുണ്ടെങ്കിലും ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് കൊടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു AI ഏജന്റ് ഫീച്ചർ എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു AI ഓട്ടോമേഷൻ ടൂൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മെസ്സേജ് ഹാൻഡിൽ ചെയ്യാൻ ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്താലും എടുക്കുന്ന ഒരു ഭൂരിഭാഗം പണി ഈ വാട്സപ്പ് തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തു തരുന്നുള്ളതാണ്. അതെങ്ങനെ നമുക്ക് A to Z സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. So my name is Shafiq. I am a digital marketing consultant. Let's jump right into the video. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലൊക്കെ പോയിട്ട് വാട്സപ്പ് ബിസിനസ് എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അപ്ഡേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. കാരണം ഇത് വർക്ക് ചെയ്യുക ഫോണിൽ വാട്സപ്പ് ബിസിനസ്സിലാണ്, അല്ലാതെ നോർമൽ വാട്സപ്പിലല്ല. പിന്നെ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങളുടെ നമ്പർ വെച്ച് പ്രൊഫൈലൊക്കെ സെറ്റ് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആപ്പിനകത്ത് വന്നതിന് ശേഷം ഇവിടെ താഴത്തായിട്ട് ടൂൾസ് എന്നൊരു സെക്ഷൻ കാണും. ഐഫോൺ യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, സെറ്റിംഗ്സിനകത്തായിരിക്കും നിങ്ങൾക്ക് ടൂൾസ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് മെറ്റ വെരിഫൈഡ് കാറ്റലോഗ് കാണാം. അതിൻ്റെ നടുക്കായിട്ട് കാണുന്ന യുവർ AI ഏജൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുക. ഈ യുവർ AI ഏജൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് AI ഏജൻറ്റിന് ഇൻഫർമേഷൻസ് ആയാലും ഇൻസ്ട്രക്ഷൻസ് ആയാലൊക്കെ കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ അവിടെ ഫസ്റ്റ് ഓപ്ഷൻ ഷെയർ ബിസിനസ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. അവിടെ നമുക്ക് നിങ്ങളുടെ കമ്പനി എന്താണ്, അതിൻ്റെ സർവീസ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. അത് ഞാനൊക്കെ എഴുതിയിട്ടുള്ളത് ഇപ്പോൾ ChatGPT യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ ബിസിനസ് ആയിട്ടുള്ള D4 സ്റ്റുഡിയോയുടെ സർവീസ് എല്ലാം ലിസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് സേവ് ചെയ്തതിനു ശേഷം നമ്മുടെ ടൈം സോൺ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ കൊൽക്കത്ത ടൈമാണ് കൊടുക്കുക. നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സും അവിടെ, അതുപോലെ തന്നെ ലൊക്കേഷന്, പിന്നെ ഇമെയിൽ, വെബ്സൈറ്റ്, അതൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ കാറ്റലോഗ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സർവീസും അല്ലെങ്കിൽ പ്രൊഡക്റ്റൊക്കെ കാറ്റലോഗിൽ ആഡ് ചെയ്താൽ ആ ഒരു ഇൻഫർമേഷൻ കൂടി AI ഫെച്ച് ചെയ്തിട്ട് റെസ്പോൺസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ തൊട്ട് താഴത്ത് കാണുന്നതാണ് റെക്കമെൻഡ് ബെസ്റ്റ് സെല്ലേഴ്സ് എന്നുള്ളൊരു ഓപ്ഷന്. എനിക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ് ഈ റെക്കമെൻഡേഷൻ. അതായത് നമ്മുടെ ലീഡ് ഒരു എൻക്വയറി ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരാൾ ആഡ്സിൻ്റെ എൻക്വയറി ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. നമ്മുടെ വേറെ സർവീസ് ഉണ്ട്, നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യും. നിങ്ങളുടെ ബിസിനസ് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്നൊക്കെ AI തന്നെ കസ്റ്റമറിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങളുടെ ബിസിനസ് വരുന്നത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ ആമസോണിലും മിൻട്രയിലൊക്കെ കാണുന്ന പോലെ സജഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ ഉള്ളത്. അപ്പോൾ നമുക്ക് കാറ്റലോഗിൽ നിന്ന് അത് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യാം. അടുത്ത് കാണുന്നതാണ് ഷെയർ പർച്ചേസിങ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ ഒരു സർവീസ് വാട്സപ്പ് ബിസിനസ് വഴി തന്നെ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഞാനിപ്പോൾ ഡയറക്റ്റ്ലി വാട്സപ്പ് വഴി ഒന്നും സെല്ല് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ നിർദ്ദേശം കൊടുക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇ-ബുക്ക് ഇമെയിൽ വഴി കൊടുക്കുന്നതാണ് നമ്മുടെ സർവീസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. ക്യാഷ് അടച്ചുടനെ നിങ്ങളുടെ ഇമെയിൽ ID അയച്ചു തരിക, ബുക്ക് ലിങ്ക് മെയിലിൽ അയക്കും എന്നൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഷിപ്പിംഗ് പോളിസി, റിട്ടേൺ എക്സ്ചേഞ്ച് പോളിസി, ഡിസ്കൗണ്ട്, ഇതൊക്കെ നമ്മൾ മെയിൻലി ഇ-കൊമേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാട്സപ്പ് ബിസിനസ് വഴി സെല്ല് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഓപ്ഷൻ മേജർലി യൂസ് വരുന്നുണ്ടാവുക. പിന്നെ നല്ലൊരു ഫീച്ചറാണ് ബുക്ക് കസ്റ്റമർ അപ്പോയിൻമെൻറ്റ്സ് എന്നുള്ളത്. അതായത് ഫ്രീലാൻസേഴ്സിനും കൺസൾട്ടൻറ്റുമാർക്കൊക്കെ പറ്റിയൊരു ഫീച്ചറാണ്. ഇപ്പം നമ്മുടെ ഫോൺ കയ്യിലെടുത്തില്ലെങ്കിൽ പോലും കസ്റ്റമേഴ്സിന് വാട്സപ്പ് വഴി ചാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുമായിട്ടുള്ളൊരു 1-on-1 സെഷനുകൾ ബുക്ക് ചെയ്യാം. ഇതിനായിട്ട് വാട്സപ്പ് നിങ്ങളുടെ ഗൂഗിൾ കലണ്ടറുമായി കണക്ട് ചെയ്യണം. ഇവിടെ വെൻ സംവൺ ആസ്ക് ടു ബുക്ക് എന്ന രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് മീറ്റിങ്ങിൻ്റെ ടൈറ്റിൽ, മീറ്റിങ്ങിൻ്റെ സമയം, അതായത് 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ, ഇതൊക്കെ നൽകുക. എന്നിട്ട് നിങ്ങൾ എന്തെല്ലാം ദിവസങ്ങളിൽ ഏത് സമയത്താണ് ഫ്രീ എന്നൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫോൺ കോൾ വേണോ, വീഡിയോ കോൾ വേണോ, അതോ നേരിട്ടാണോ മീറ്റിംഗ് എന്നൊക്കെ ഇതുവഴി തീരുമാനിക്കാം. ഇത് നമ്മുടെ ഇങ്ങനെ ചെയ്താൽ AI നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ പേര്, ഫോൺ നമ്പർ, ഇമെയിലൊക്കെ വാങ്ങി വെച്ചിട്ട് ഗൂഗിൾ കലണ്ടറിൽ സേവ് ചെയ്യും. അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ മീറ്റിങ്ങിന് 30 മിനിറ്റ് മുമ്പ് നമുക്കും കസ്റ്റമർക്കും നിങ്ങൾക്കും ഒരു നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് അയക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഓപ്ഷനാണ് AI റെസ്പോൺസസ് എന്നുള്ളത്. അതിലിപ്പോൾ നമ്മുടെ AIയുടെ റെസ്പോൺസ് എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. പുതിയ മെസ്സേജുകൾക്കെല്ലാം AI മറുപടി നൽകണോ, വേണ്ട. കാരണം നമ്മുടെ കുടുംബക്കാരോ ഫ്രണ്ട്സൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഒരു റോബോട്ട് മെസ്സേജ് നൽകിയാൽ അത് കുറച്ച് മോശമല്ലേ. അതുകൊണ്ട് ന്യൂ കോണ്ടാക്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ ആഡ് വഴിയാണ് കസ്റ്റമേഴ്സിനെ നേടുന്നതെങ്കിൽ 1-on-1 ഫ്രം ആഡ്സ് എന്ന് മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ പരസ്യം കണ്ട് വരുന്നവർക്കും പുതിയ ആളുകൾക്ക് മാത്രമേ മറുപടി നൽകും. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ റെസ്പോൺസൊക്കെ കസ്റ്റമൈസ് ചെയ്യുക. തൊട്ട് താഴെ കാണുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം നോളേജ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് അയക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ്, സർവീസ് എന്താണെന്നുള്ള വിവരങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറ്റലോഗിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്തിട്ട് ചാറ്റ് ചെയ്യും AI എന്നുള്ളത്. പക്ഷെ അതിനേക്കാൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻസും ഇൻസ്ട്രക്ഷൻസൊക്കെ സഹിതം ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നോളേജ് എന്നുള്ളത്.
അപ്പോൾ നമ്മുടെ എല്ലാ സർവീസിനെ കുറിച്ചുള്ള നോളജ് അവിടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ഡൗട്ടാണോ കസ്റ്റമർ ചോദിക്കുന്നത് അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും. ഞാനിപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ഒരു വോയിസ് അയക്കുന്ന സമയത്തായാലും ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഒരേ ഒരു ഡൗട്ട് ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ റെസ്പോൺസ് എന്താണെന്നുള്ളതെല്ലാം മെറ്റ AI ഒബ്സർവ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള നോളജ് ഇത് സ്വയം ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. അതുപോലെ തന്നെ ഏത് ഭാഷയിലാണെങ്കിലും വോയിസ് അയച്ചാൽ അതിനനുസരിച്ച് ഒരു റെസ്പോൺസ് കൊടുക്കുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്ത ശേഷം നമ്മുടെ AI എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ടെസ്റ്റ് യുവർ AI എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് എന്താ ഡൗട്ട് ഇപ്പോൾ ഒരു റൈറ്റ് യുവർ ഓൺ ക്വസ്റ്റ്യൻസ് എന്നുള്ള എടുത്തിട്ട് വാട്ട് ആർ യുവർ സർവീസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ AI എന്താണ് റെസ്പോൺസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഇതേപോലെ ആയിരിക്കും ഒരു കസ്റ്റമർ ഇൻഫർമേഷൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ AI സംസാരിക്കുന്നുണ്ടാവുക. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്ന ആളുകൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു AI ഏജന്റിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി വാട്സപ്പിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഇൻഫർമേഷൻസ്. അപ്പോൾ ഇങ്ങനത്തെ യൂസ്ഫുൾ ആയ വീഡിയോസ് അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഫോൺ നമ്പർ, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ അതെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.